നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോഴുള്ളത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ വിശ്വസിച്ചേ പറ്റുള്ളതാണ്. ഈ കാണുന്ന ഒരു അടിപൊളി സംഭവം ഉള്ളത് നമ്മുടെ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോഴുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കമുകഞ്ചേരിയിലാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സ്കൂളിൽ, അതായത് ഗവൺമെന്റ് ന്യൂ LP സ്കൂളിൽ കേരള ചരിത്രത്തില് ആദ്യമായിട്ട് പ്രവേശനോത്സവത്തിന് പഞ്ചാരിമേള സ്കൂളിലെ കുട്ടികൾ തന്നെ കൊട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം നടന്ന സ്കൂള്, അതും ഒരു സർക്കാർ സ്കൂളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ പ്രിൻസിപ്പൾ ഇവിടെ ഉണ്ട്. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. നമ്മുടെ സ്കൂളില് ചരിത്രത്തിൽ ആദ്യമായിട്ട് അതായത് കേരള ചരിത്രത്തില് ആദ്യമായിട്ട് സ്കൂൾ കുട്ടികൾ തന്നെ പഞ്ചാരിമേളം നടത്തി ഉദ്ഘാടനം നടത്തിയ പ്രവേശനോത്സവം അല്ലേ? ഒരു ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നേ. ചില ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. സാറിന്റെ സ്കൂൾ തന്നെ എങ്ങനെ ഇത് ഒപ്പിച്ചെടുത്തു? 2019 ആരംഭിച്ചാണ് കുട്ടികൾ ചെണ്ട അഭ്യസിക്കാൻ. ഗുരു കഥകളി ചെണ്ട വിദഗ്ധൻ ശ്രീ മാർഗി വേണുഗോപാൽ സാറാണ്. അദ്ദേഹം കലാമണ്ഡലം ചെണ്ട അവാർഡ് ജേതാവാണ്. അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം ഉള്ള ചില ഗുരുക്കന്മാരും ഉണ്ട്. അപ്പോൾ അവർ 2019 തൊട്ട് എല്ലാ ഞായറാഴ്ചകളിലും പിന്നീട് ക്ലാസ് എടുക്കുന്നുണ്ട്. വെക്കേഷന് തുടർച്ചയായും ചെണ്ട അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ വളരെ ഉയർന്ന നിലവാരമുള്ള ചെണ്ട വിദഗ്ധരായിട്ടുണ്ട്. പ്രോഗ്രാംസിനൊക്കെ പോകുന്ന തലത്തിലേക്ക് അവര് മാറ്റിയെടുത്തു. ഇന്ന് പ്രവേശനോത്സവമാണല്ലോ. അപ്പൊ ഇന്ന് തന്നെ പഞ്ചാരിമേളത്തിന്റെ അരങ്ങേറ്റവും എല്ലാം കൂടെ നടക്കട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, സമാനമായി കൊമ്പും കുടലും സർവ്വ അതുമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ചരിത്രത്തിലെ ഒരു ആദ്യത്തെ ഒരു പ്രവേശനം പഞ്ചാരിമേളത്തോടെ കുട്ടികൾ തന്നെ അതിനെ സാറിന് അഭിമാനിക്കാം അല്ലേ? ശരിക്കും പരിപാടി ഇറങ്ങുണ്ടെന്ന് തോന്നുന്നില്ല. ശരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടി അവരുടെ രക്ഷകർത്താക്കളൊക്കെ അത്രത്തോളം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ. ശരിക്കും സൺഡേ വിടണം ഇങ്ങനെ ക്ലാസ്. 100% ചെണ്ട മാത്രമല്ല, രാവിലെ മ്യൂസിക് ഉണ്ട്, അത് കഴിയുമ്പോൾ വയലിന്റെ ക്ലാസ് ഉണ്ട്, താഴെ ഡാൻസിന്റെ സ്കൂളിലാണ് ഇവിടെ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഡാൻസിന്റെ ക്ലാസ് ഉണ്ട്, ചെണ്ടയുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ടാലന്റുകളെയും നമ്മുടെ ഒരു സർക്കാർ സ്കൂൾ എന്ന നിലയിൽ സാധാരണക്കാരുടെ മക്കൾ, ഇപ്പൊ അല്ലാത്തവരുടെ മക്കളും പഠിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലും സാധാരണക്കാരുടെ മക്കളാണ് നമ്മുടെ സ്കൂളിലേക്ക് വന്നത്. ബാക്കി എല്ലാവരും എയ്ഡഡ് സ്കൂളുകൾക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള ഓരോ കലകൾ അഭ്യസിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ചെലവുകൾ വരും. അപ്പം അത് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക ചെലവ് മാത്രമാണ് ഇവിടുന്ന് മേടിക്കുന്നത്. എങ്ങനെയാണത്? അതായത് പുറത്ത് കൊടുക്കുന്നത് പോലെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. പുറത്ത് കൊടുക്കുന്നത് പോലെ ഒരു ഭീമമായ ഫീസോ കാര്യങ്ങളോ. കുട്ടികൾ ചെണ്ട പഠിക്കണമെങ്കിൽ കൊട്ടാരക്കര പോയി മാസം 1800 രൂപ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യമായിരുന്നു നിലവിലുള്ളത്. ഇത് നമ്മൾ 400 രൂപയ്ക്ക് ഒരു 400 രൂപ മുടക്കിയാൽ ഒരു കുട്ടിക്ക് ഒരു മാസത്തെ ഫീസേ ഉള്ളൂ. 500 രൂപയാക്കി. അത്രേ ഉള്ളൂ. സാറേ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഒരു ഇംപ്രസ് ചെയ്യുന്ന സംഭവത്തിലാണ്. ഏതൊരാൾക്കും കൊച്ചുകുട്ടികൾക്കൊന്നും അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ഓരോ വരപ്പും കാര്യങ്ങളും കാണുമ്പോൾ അറിയാം അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യിച്ചത് അല്ലേ? അതോ സർക്കാരിന്റെ സ്റ്റാർസ് വർണ്ണക്കൂടാരം പ്രോജക്റ്റ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്. അതുകൂടാതെ സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ 2 ക്ലാസ് മുറികളിലേക്കുള്ള എയർ കണ്ടീഷണർ അത് മിഷൻ ടു ദ നേറ്റീവ് ട്രസ്റ്റ് എന്ന പേരില് ഈസ്റ്റ്. ഇത് AC ആണോ ഈ റൂം? അതെ അതെ. അതായത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പഠിക്കാനുള്ള ഈ ഒരു ആണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇത് LKG UKG കുട്ടികൾക്ക് ഇരിക്കാനുള്ള. അതെ അതെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സർക്കാർ സ്കൂളിലാണ് ഈ ഒരു AC സംവിധാനം, ഒരു ഹൈടെക്, അതായത് ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ സാധാരണക്കാരന്റെ മക്കൾക്ക് ഇവിടെ കിട്ടുകയാണ്. തീർച്ചയായിട്ടും. അല്ലെ, ഇവരെ എന്താ കാര്യം എന്ന് പറയാമോ? ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ശ്രീമതി ശ്രീദേവി, അവര് മിഷൻ ടു ദി നേറ്റീവ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു ട്രസ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകയാണ് ശ്രീമതി ശ്രീദേവി. അപ്പൊ അങ്ങനെ അദ്ദേഹം അവര് വഴിയാണ് ഇത് എത്തിച്ചേർന്നത് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 80,000 രൂപയുടെ ബാഗുകളും തന്നിട്ടുണ്ട്. അതോടൊപ്പം നല്ല ബാഗുകൾ കേട്ടോ, വാറന്റി. ഇത് കുട്ടികൾക്ക്, അതായത് ഏതൊക്കെ ക്ലാസ്സിലെ കുട്ടികൾക്ക് സാർ ഇത്? ഇതിപ്പോ പുതുതായിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്ക് LKG UKG 1ാം ക്ലാസ് ഏകദേശം എത്ര കുട്ടികളോളം വരുന്നുണ്ട്? 78 ബാഗ്. അതും നല്ല ബ്രാൻഡഡ് ബാഗ്, നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്, അല്ലാതെ ലോക്കൽ തന്ന് പരിപാടി അല്ലേ? നല്ല ബ്രാൻഡഡ് സാധനം തന്നെ കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അത്ര ബ്രാൻഡഡ് സാധനം. അതുപോലെ AC, ഇതൊക്കെ ഇവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ അവർ ചെയ്തു തന്നെ അല്ലെ? കണ്ടീഷണറാണ് ഇപ്പൊ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം ഫിക്സ് ചെയ്യും. അപ്പൊ 2. അപ്പം അത് ഹൈടെക് ധാരാളം സഹായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് മുറി നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തെല്ലാം നമ്മുടെ TV സന്മനസ്സുള്ള ആളുകളുടെയും ട്രസ്റ്റുകളുടെയും ഒക്കെ സഹായം. ഇത് എത്ര ഇഞ്ച് TV സാർ? ഇത് 54 ഇഞ്ച് TV. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നേ, ഈ മൂന്നാറൊക്കെ ഉള്ള വലിയ കുട്ടി
വലിയ സ്കൂളുകളുടെ അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മുടെ കൗഞ്ചേരി സ്കൂൾ മാറിക്കൊണ്ടിരിക്കുക അല്ലേ സാർ? ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഫലമായിട്ട് ഈ നാട്ടിലെ ശരിക്കും ഇവിടെയാണ് പഠിക്കുന്നത്. ഈ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് വരുമ്പോൾ ഒരു നല്ല നിലയിലേക്ക് എത്തുമ്പോൾ അവർ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ സ്കൂൾ കൊണ്ട് ചെയ്തു തരുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ ഇവിടെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് മനോജ് ഉണ്ട്, അതുപോലെ പ്രിയപ്പെട്ട ഹരികുമാർ വാർഡ് മെമ്പറാണ്. അപ്പൊ ഇവരൊക്കെയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ട് ഉണ്ട്. മിഷന്റെ ഇത് നേറ്റീവ് ട്രസ്റ്റ് മറ്റു കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്തു തരാവുന്ന പറഞ്ഞിട്ടുണ്ട്. ഓരോ മാസം എന്തെങ്കിലും പുതിയ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവര് ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ട് അല്ലേ ഇനിയും ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള സാറുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എത്തിക്കുക അല്ലേ? സഹായമായിരിക്കും, ഒരു വലിയൊരു സഹായം. കാരണം സബ് ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കുന്ന ഏക സർക്കാർ സ്കൂളേ ഉള്ളൂ നമ്മുടെ, അത് ഈ സ്കൂളാണ്. ഗവൺമെന്റ് LPS ആണ്. പഞ്ചായത്തിലെ 8 LSS ഉണ്ടെങ്കിൽ 7 ഇവിടെയാണ്. ഈ വർണ്ണക്കൂടാരം എന്നുള്ളൊരു സംഭവം എന്താ പറയുന്നത്? വർണ്ണക്കൂടാരം കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാഴ്സ് പദ്ധതിയിൽ 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണ്. മറ്റ് ധാരാളം സ്കൂളുകളിൽ കൊടുത്തിട്ടുണ്ട്. എല്ലായിടവും ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഈ സ്റ്റാഴ്സ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുനലൂർ BRC SSK കൊല്ലം അവരാണ് ഈ പ്രോജക്ട് ഇവിടെ അനുവദിച്ചത്. ശരിക്കും ഒരു വ്യത്യസ്ത ഒരു അനുഭവമാണ്. ഇത് പഞ്ചേന്ദ്രിയ അനുഭവ ഇടം, നിർമ്മാണ ഇടം, ഹരിത ഇടം തുടങ്ങി 13 ഇടങ്ങളിലായി കുട്ടികൾക്ക് LKG UKG അതായത് പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ഈ സൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും ഇതിനകത്ത്. ഇതെല്ലാം ഉണ്ട്. സ്പർശനം, കാഴ്ച, കേൾവി, ഗന്ധം തുടങ്ങി എല്ലാ മേഖലയിലും പെട്ട അവരുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ള എല്ലാ സംഭവങ്ങളും കൊടുക്കാനാണ് ഇതിനകത്ത് കയറാൻ തന്നെ പ്രത്യേക ഫീൽ ഉണ്ട് നമുക്ക് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പഞ്ചായത്തിന്റെ ആയാലും മറ്റുള്ളവരൊക്കെ നല്ല സപ്പോർട്ട് നമ്മുടെ സ്കൂളിൽ കിട്ടുന്നുണ്ട്. പഞ്ചായത്ത്, SSK, MLA ഫണ്ട് ഇതിനുള്ള സഹായങ്ങൾ അതങ്ങനെ കിട്ടാനുള്ള കാരണം സാർ അതുപോലെ ഇവിടെ ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ തരാൻ തോന്നുന്നത്. കൂട്ടായ്മയാണ്. ശാസ്ത്ര ഇടം, ഈ ഇടം എന്നീ 2 ഇടങ്ങളാണ് ഇവിടെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. സൂപ്പർ രസമുണ്ടല്ലോ, കൊച്ചുകുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ധാരാളം അലമാരകളുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമ്മളിവിടെ. അതുപോലെ അവർക്കായിട്ടുള്ള TV-കള്, പ്രൊജക്ടർ, ഇവിടെ വണ്ടിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? ഇത് വണ്ടിയുടെ ഗെയിം സെന്റർ കേട്ടോ. നമ്മുടെ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ഈ സംവിധാനങ്ങളൊക്കെ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആശ്ചര്യപ്പെടുന്നത്. കാരണം കുട്ടികൾക്ക് ഗെയിം കളിക്കാം അല്ലെ? മണിക്കൂറിന് 500-600 കൊടുത്ത് പുറത്ത് കളിക്കേണ്ടതാ. ഇതിനോടൊപ്പം പെഡല്, ആക്സിലേറ്റർ, ബ്രേക്ക് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ആ സ്ക്രീനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കൾ കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, എല്ലാ സൗകര്യങ്ങളും ഹൈടെക് ആയിട്ട് കളിക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് അകം കളിയിടം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ്. ഇതിനകത്ത് ബാൾപൂള്, റോക്കറ്, അതുപോലെ പന്ത് കളിക്കാനുള്ള സൗകര്യങ്ങള്, ഇറങ്ങാനുള്ള സൗകര്യങ്ങള് ഒരുപാടുണ്ട്. ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു ധാരാളം ഉണ്ട്. അടുക്കള, ഹോസ്പിറ്റല് തുടങ്ങിയ തീമുകൾ ഉപയോഗിച്ചിട്ടുള്ള കളികളുണ്ട്. അതിനുള്ള സാധനങ്ങളും തയ്യാറാക്കി. ഇതൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? ഇവിടെ നോക്കിയാൽ ട്രംപോലിൻ ചാടിയ നോക്കട്ടെ. അയ്യോ ആണ്ടോ, അതാണ് സംഭവം. അടിപൊളി. അപ്പൊ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ്മെന്റ്, പഠിത്തത്തോടൊപ്പം ഫുൾ എൻജോയ്മെന്റും കൂടെയാ. പഠനം ആകർഷകമാക്കാൻ വേണ്ടിയുള്ള ഗെയിമുകളും അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണിത്. ഇവിടെ സാറേ ഈ 1, 2, 3 കളി തന്നെയാണ്. അപ്പം 1 നിന്ന് 3 അല്ലെങ്കിൽ 4 ചാടും. 1 നിന്ന് 2 പോവാം, 3 പോവാം അല്ലേ? ചതുരത്തിലേക്ക് പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്കാണേ. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ഗണിത പഠനത്തിന് സഹായിക്കുന്ന എല്ലാ സാധനങ്ങളും ഈ അലമാരയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്ക് കലാപരമായിട്ടുള്ള കഴിവുകളെ വികസിപ്പിക്കുന്നതിനായിട്ട് കുഞ്ഞരങ്ങ് എന്ന് പറയുന്ന ഒരിടമാണ്. അതിനകത്ത് അവർക്ക് വേണ്ടിയുള്ള ആട്ടവും പാട്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് വേഷമിട്ട് കളിക്കാനുള്ള, അരങ്ങിലെത്താനുള്ള ഡ്രസ്സുകളെ, മുഖംമൂടികളെ, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞരങ്ങിടം. അതെ, അതുപോലെ ഡോക്ടർ ആവുന്നവർക്ക് ഡോക്ടർ ആവാം, നേഴ്സ് ആവുന്നവർക്ക് നേഴ്സ് ആവാം, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതാണ് നമ്മൾ ഈ കുഞ്ഞരങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അതിമനോഹരമായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ കലോത്സവങ്ങളിൽ എല്ലാ വർഷവും അല്ലേ ആ ഒരു ട്രോഫി ഇങ്ങോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്നത്. പല കലാപരമായിട്ടുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട കലാരൂപങ്ങള് കുട്ടികളെ നിർത്തി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാം ഇവിടെ വരുമ്പോൾ കേട്ടോ. അമ്മമാരൊക്കെ വീണ്ടും മൊബൈലോട്ട് വരണം, മക്കളെ നിർത്തി ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. ശരിക്കും നല്ലൊരു ആംബിയൻസ് തന്നെ, കയറി വരുന്ന നല്ലൊരു അടിപൊളി പാലം ഇല്ലേ സാറേ?
ഒരു അടിപൊളി പാലത്തിന്റെ മോഡലൊക്കെ പഠിച്ചിട്ട് ശരിക്കും ഒരു വെറൈറ്റി ആണ് മൊത്തത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി സ്കൂൾ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗി തന്നെയല്ലയോ? ഒരു എന്താ പറയുന്നേ, പച്ചപ്പും എന്തായാലും പറയുമല്ലോ, പച്ചപ്പും കാടും നിറഞ്ഞ സ്ഥലവും. അപ്പൊ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ടുണ്ട്. ഇരിക്കുന്ന നമ്മുടെ ട്രോഫി എന്ന് പറഞ്ഞേ, നമ്മുടെ ഇത്രയും വലിയ ട്രോഫിയാണ് അടിക്കേണ്ടി വന്നത് നമ്മുടെ പിള്ളേര്. കൊള്ളാൻ കേട്ടോ, അടിപൊളി. ഒന്ന് പുറത്തോട്ട് ഇറക്കാൻ തരാം, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആണ്ടോ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പിള്ളേർ. അതും ഫസ്റ്റ് പ്രൈസ് ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ട് വരുവാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിഞ്ഞ് കൊണ്ടുവരുമ്പോ അതിന്റെ ഒരു അഭിമാനം വേറെ. എന്റെ അതൊരു വലിയ അഭിമാന മുഹൂർത്തമാണ്. തുറന്നുകൊണ്ടിരിക്കുക, നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്നത് ഒരു സർക്കാർ സ്കൂളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ, അതാണ് തീർച്ചയായിട്ടും. ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്നത് ഒരു സർക്കാർ സ്കൂളാണ്. അണ്ണയുടെ വിദ്യാലയങ്ങളോടാണ് നമ്മൾ പൊരുതി എടുത്തോണ്ട് വന്നിരിക്കുന്ന സാധനം. അപ്പൊ ശരിക്കും ഒരു അഭിമാനത്തിന്റെ ഒരു തൂവലാണിത്. അല്ല, അവസാനത്തെ വിജയം നമ്മുടെ സ്കൂളിന് എന്താണെന്ന് നോക്കിയിരിക്കണം. ഇതിന്റെ ഫലപ്രഖ്യാപനം വരുമ്പം ആർക്കാണ് ഇതെന്ന് അറിയാൻ പറ്റും. കാരണം അങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അത്രയും. അതുകൊണ്ട് തന്നെ പുല്ലൂർ DRCയിൽ തന്നെ SSIയിൽ നിന്ന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എല്ലാ സഹായങ്ങളും നമുക്ക് നമ്മുടെ ഈ സ്കൂളിന്റെ മികച്ച വിജയത്തിന് കാരണക്കാരായ കുറച്ച് പേര് ഇതിനകത്ത് തീർച്ചയായിട്ടും കാണാം, തീർച്ചയായിട്ടും കാണാം. അപ്പൊ ഈ ഇരിക്കുന്നവരാണ് നമ്മുടെ സ്കൂളിന്റെ വിജയം അല്ലേ? അധ്യാപകരും ജീവനക്കാരും അവർക്ക് റെസ്റ്റ് ഇല്ല, ജോലി എടുത്തോണ്ടിരിക്കുക. രാത്രി 8 മണി 8:30 വരെ ഇവരെല്ലാവരും ഈ സ്കൂൾ പരിസരം വൃത്തിയാക്കാനും 2-3 ദിവസം കൊണ്ട് ഇവരുടെ പ്രയത്നം കൊണ്ടാണ് ഈ സ്കൂൾ ഇത്രയും പരിസരമൊക്കെ വൃത്തിയാക്കിയത്. രാവിലെ പ്രസംഗിച്ചപ്പോ കേട്ടു, എന്താ കുട്ടികൾ ഇരിക്കാൻ പറ്റാത്തത്ര, അതായത് ഒരു ബെഞ്ചിൽ കൊള്ളാത്തത്ര കുട്ടികൾ അത്രത്തോളം നിറഞ്ഞു വന്നു. അപ്പൊ ഇതേപോലെ ടീച്ചർമാര് നല്ല രീതിയിൽ മക്കൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഓരോ അച്ഛനമ്മമാരും ഇവിടെ തെരഞ്ഞെടുക്കുന്നത് അല്ലേ? അപ്പൊ ശരിക്കും അതിന് നമ്മളൊരു കയ്യടി കൊടുക്കേണ്ടത് ഇവർക്ക് തന്നെയാണ് അല്ലേ സാറേ? അല്ലേ? പഞ്ചായത്ത് മെമ്പറൊക്കെ ഭയങ്കര സപ്പോർട്ട് ഇവിടെ ഉണ്ടല്ലേ? നല്ല സപ്പോർട്ടാണ് സ്കൂളിന്. അത്രയും നല്ല പെർഫോമൻസ് ആണ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്തായാലും ശരിക്കും ഇവിടെ വന്ന് കണ്ടതില് ഭയങ്കര മനസ്സറിഞ്ഞൊരു സന്തോഷമായിരുന്നു. ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കണ്ടപ്പോഴും അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മുന്നോട്ട് പോകട്ടെ. ഈ ടീച്ചർമാര് ഇപ്പൊ ഈ പുതുവർഷത്തിൽ വന്ന കുട്ടികളെ ഇതുപോലെ പഠിപ്പിച്ച് പഴയ കുട്ടികളെ നോക്കിയതുപോലെ പഠിപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ വലിയ വലിയ ആളുകളായി മാറുന്നവർ ഇത് ഇപ്പം ഓരോരുത്തരോ സഹായങ്ങൾ ചെയ്യുന്നല്ലോ, അതുപോലെ വീണ്ടും ഇവിടെ നമ്മുടെ സ്കൂളിൽ ചെയ്യട്ടെ, നല്ലൊരു ലെവലിലോട്ട് മാറട്ടെ. സാറിന് ഇതുപോലെ തന്നെ ഒരു കപ്പിത്താന്റെ കൂട്ടിൽ നിന്ന് നേതൃത്വം നൽകി ഈ സ്കൂളിനെ നമുക്കൊരു ഇതിലും വലിയ ഹൈടെക് ആക്കി മാറ്റണം. ഒരുപാട് ട്രസ്റ്റുകൾ കടന്നു വരട്ടെ, ഒരുപാട് സഹായങ്ങൾ കിട്ടട്ടെ. പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇവിടെ ഇവര് ഓരോന്നും കാണിച്ചു കൊടുക്കുന്നുണ്ട്. വെച്ചാൽ അത് ഇന്നത് മുന്നോട്ട് കൊടുത്താൽ അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുമെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഈ തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും വരും കാലങ്ങളിലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നൊരു വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും